അപ്പോൾ നമ്മളെന്താ പരിപാടി? ലോകത്തിലെ ഏറ്റവും വലിയ ജെംസ് ചോക്ലേറ്റ് അല്ലേ? നമ്മൾ ഇതിന് മുന്നേ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജെംസ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ അധികം ബൈക്കുകൾ നമുക്ക് നേരെ ജെംസ് കൊണ്ട് അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വെണ്ണ അല്ലേ? കിളക്ക് ഉരുകാൻ തുടങ്ങിയ ചെറിയ ചൂട്. ഇത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു, നല്ല മിക്സ് കേട്ടോ. മതിയല്ലേ? കൊക്കപ്പൂവ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലേ ചോക്ലേറ്റിൻ്റെ. പക്ഷെ എല്ലാം വളരെ ശ്രദ്ധിച്ചിടാൻ പാടുള്ളൂ. പാൽപ്പൊടി ഇട്ട് കൊടുക്കല്ലേ? അതില്ലേ? പാൽപ്പൊടി ഇട്ടപ്പോൾ കളറായി മാറില്ലേ? ഡാർക്ക് ലൈറ്റ്. നല്ല സോഫ്റ്റ് ആണ് അത് സാധനം. ഉണ്ടല്ലേ? ആഹാ, മാറ്റി മാറ്റി. ഇത് നമുക്ക് ജെംസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ അറിയപ്പെടാ അല്ലേ? ഫുള്ള് ജെംസ്. ഇതൊരു 12 മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റിന് വെക്കണം. അപ്പം നാളെ രാവിലെ നമുക്ക് എടുക്കാം അല്ലേ? അപ്പം കറക്റ്റായി നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ 12 മണിക്കൂർ ശേഷം നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ജെംസ് ചോക്ലേറ്റ് ഇട്ടാൽ ഇതിന് മുകളിൽ ഞങ്ങൾ കുറച്ച് ഐസ് വെച്ചിട്ട്. കാര്യം എന്തറിയോ? ഇത് സെറ്റാകാനായിട്ടല്ലേ? ഇത് വലിയ സാധനമായതുകൊണ്ട് സെറ്റാകാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഐസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം അല്ലേ? അടിപൊളി. ആ ഐസിന്റെ വേർപ്പാണ് ഞാൻ ഈ കാണുന്നത് അല്ലേ? ഐസ് ഇങ്ങനെ വെച്ചേ. പക്ഷെ സംഗതി നല്ല സ്ട്രോങ് ആയിട്ട് കേട്ടാ. ഇതിപ്പോൾ കടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഭയങ്കര സ്ട്രോങ് ആണ്. ഇതാ ഹെവി. എന്തായാലും നമുക്കിത് സ്ക്രൂ ഒക്കെ അയച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലേ? എടുക്കാം. സംഭവം അടിപൊളി അല്ലേ? അങ്ങനെ ഇതൊന്ന് എടുത്താൽ വീഴുമോ? വീഴും അല്ലേ? പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്കിതിന് ഇതിൻ്റെ ജെംസിൻ്റെ അല്ലേ പാക്കിംഗ് ഒക്കെ ചെയ്യണം. ഇനി നമുക്ക് ജെംസിൻ്റെ കവർ, ജെംസ് മുട്ടായിൻ്റെ അങ്ങനെ നമ്മുടെ
ലോകത്തിലെ ഏറ്റവും വലിയ ജെംസ് ചോക്ലേറ്റ് റെഡി. ഏകദേശം 4 അടി ഉയരമുണ്ട് കേട്ടാ ഈ സാധനത്തിന്. 4 അടി ഉയരം, അതേപോലെ 4 അടി വീതിയില്ലേ, അതാണ് സംഭവം. ഇവിടെ ചോക്ലേറ്റ് മെൽറ്റായി കൊണ്ടിരിക്കുന്ന സാധനം കേട്ടാ. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഇവിടെ ഇത് ജെംസുകാരുടെ ഞെട്ടിക്കളെ. അപ്പൊ നമ്മള് ടേസ്റ്റ് നോക്കാൻ കുഴപ്പമില്ലേ? നമ്മൾ സാധാരണ ജെംസ് വാങ്ങിയിട്ടില്ലല്ലോ ചെറുപ്പത്തിലേ, ഇങ്ങനെ വലിച്ച് പൊട്ടിക്കല്ലോ, അതുപോലെ ഇങ്ങനെ വലിച്ച് കീറിയിട്ട് കഴിക്കുന്നതാണ് ഇതിന്റെ സുഖം. അങ്ങനെ മെൽറ്റാൻ തുടങ്ങിട്ടാ. മെൽറ്റായി തുടങ്ങി. കട്ട് ചെയ്ത് നോക്കട്ടെ. ആഹാ, ഉള്ളിൽ ഇത്തിരി ടെമ്പറാണ്, പക്ഷെ വെളിയിൽ മെൽറ്റായി. ഇതിനുള്ളിലൊക്കെ ജെംസ് ഉണ്ട് കേട്ടാ. ഇതാ, പക്ഷെ ജെംസ് മെൽറ്റായതൊരു സംശയം കേട്ടോ അത് അല്ലേ? അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ സാധനം കേട്ടാ. അടിപൊളി, ഒരു രക്ഷയില്ല. വല്ല കൊതി വേണോ? കുറച്ച് കൊടുക്കാം കേട്ടാ. ഇവിടെയൊക്കെ നോക്കുതാ, ജെംസ് നോക്കുതാ. ഇതല്ല ഉള്ളില് അതിന്റെ സംഭവം. അയ്യോ, അതാ നിന്റെ കൊതിയാണത് കേട്ടാ. എങ്ങനെയുണ്ട്? ചെറിയ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് കാണുമ്പോഴേ നമുക്ക് എന്തായാലും ടേബിളിന് മുകളിൽ വെച്ചത് കട്ട് ചെയ്യാം. ഇവിടെ മോനെ ചെറിയ വെയിറ്റ് ഇല്ല. അപ്പൊ ഇത് പൊളിക്കാം. അടിപൊളി. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് മാത്രം പൊക്കി നോക്കട്ടാ. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ്. പൊട്ടി. നല്ല സോഫ്റ്റ് ആണ് സാധനം. അയ്യോ, റെഡി. എന്തായാലും മുറിക്കാണല്ലോ അല്ലേ? ഇതല്ല ചോക്ലേറ്റിനകത്ത് നല്ല ജെംസ്. ജെയിംസ് അല്ലേ, ജെംസ്. അതാണ് ജെംസ് ചോക്ലേറ്റ് അല്ലേ? ഇതല്ല നമ്മളിത് മെൽറ്റായി പോകുമെന്ന് വിചാരിച്ചാട്ടാ, പക്ഷെ മെൽറ്റൊന്നും ആയിട്ടില്ല. ഇതല്ല, പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ശരിക്കും ഹാർഡായിരുന്നു അല്ലേ? ഇത് നല്ല സോഫ്റ്റ് ആണ്. നോക്കിയാൽ ഇതാ, നല്ല സോഫ്റ്റ് ആണത്. ഇതാ, അപ്പോൾ ഈ പീസൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടാ. ഇതൊക്കെ നമുക്ക് കാണാൻ കൂടി വീട്ടിൽ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് കാണിക്കാം, കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. അത് ആ പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യല്ലേ, അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോട്ടാ. നമുക്ക് 2 ആൾക്ക് മാത്രമുള്ളതാണ്. അയ്യോ, എന്തല്ലത് അടിപൊളിയായിട്ട്. നോക്കി പുറം വശമൊക്കെ ഹായ്. നമ്മുടെ കുട്ടിപ്പടകൾ എത്തിയിട്ടുണ്ട്. ഇത് സാധനം കൊടുക്കണം അല്ലേ? എന്നാ കൊഞ്ചു എന്നാ എവിടെ സംഗതി എന്തായാലും അടിപൊളി സാധനം കേട്ടോ. സാധനം ഒരു രക്ഷയില്ല. ടേസ്റ്റ് എങ്ങനെയുണ്ട് കുഞ്ചു? ജീരക മുട്ടായി എന്ന് പറയാ. എങ്ങനെയുണ്ട് പിള്ളേരെ സംഭവം? ഞാൻ കഴിച്ചത് കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടാ. ഇതിന് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട്. കുറേയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇതിനൊക്കെ മുറിച്ച് നമ്മൾ ഓർഫനേജിൽ കുട്ടികൾക്ക് എത്തിക്കുക അല്ലേ? അവർ കഴിക്കട്ടെട്ടാ. അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്ന നമ്മുടെ പോളികാർഡ് ഓർഫനേജിൽ എത്തിയിട്ടാ ഇനി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. ഇവർ കുട്ടികളെന്ന് പറയാൻ കാരണം എന്തറിയോ? ഇവർക്ക് ബുദ്ധി വളർച്ച കുറവായ കുട്ടികളാണ്. എന്ന് വെച്ചാൽ ആളുകൾക്ക് പ്രായമുള്ള ആളുകളാണ്, പക്ഷേ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ ബാധിച്ച ആളുകളാണ് ഇവർ കൂടുതലും. ഇവരെ കാണുമ്പോൾ പ്രായമുള്ള ഒരു 60-50 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും 3 വയസ്സ് 4 വയസ്സായ കുട്ടികളുടെ ഇതേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെന്ന് വിളിക്കുന്നത് കേട്ടാ. പ്രായ ആളുകളാണേലും നമ്മൾ കുട്ടികളെന്ന് അവർ വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് അവർ ടേസ്റ്റ് നോക്കണം. നല്ലതാണ്.
കൊണ്ടുവരാം. ഓണത്തിന് ഒന്നാം ഓണം രണ്ടാം ഓണം ഒക്കെ സദ്യ ഫുള്ള് സൂപ്പർ എവിടെ വീട് വീട് ചുട്ടിപ്പാറ അറിയോ? ചുട്ടിപ്പാറ അറിയോ? കേട്ടിട്ടുണ്ടോ? പിന്നെ ഫോണ് പിന്നെ ചെരുപ്പ്. വാച്ചും ഫോണും ചെരുപ്പും വേണമെന്ന് പറയുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയാ. മൊബൈൽ ഏത് വേണം? ആപ്പിൾ വേണം? എന്ത് വേണം? ഫോണ് ആരുടെ വിളിക്കാൻ? പാട്ട് കേൾക്കാനാ? ആ പാട്ട് കേൾക്കാനുള്ള ഫോണ് ആണ് ആവശ്യം. പാട്ട് പിന്നെ വാച്ച് പിന്നെ ചെരുപ്പില്ല. നമ്മളത് കിടക്കിടക്ക് കൊണ്ട് കൊടുക്കാറുള്ളതാ. എങ്കിലും അവർ കാണുമ്പോൾ ചോദിക്കും. പിന്നെ ഇത് കൊണ്ട് അവിടെ ഇവിടെ കൊണ്ട് കളയും. അപ്പോൾ ഇതുപോലുള്ള ഒരു 150ഓളം വരുന്ന ആളുകളുള്ള ഒരു ഓർഫനേജാണ് നമ്മുടെ പോളി ഗാർഡൻ പറഞ്ഞ ഓർഫനേജ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഇവർ കൊണ്ട് കൊടുക്കണ്ട. ഇവർക്ക് നമ്മൾ എല്ല് അതുപോലെ തന്നെ ഈ മുള്ളുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് അറിയില്ല എങ്ങനെ കഴിക്കാനായി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുവരില്ല. ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കൂടെ പരിഗണിക്കുക കേട്ടോ. അപ്പോൾ ഇവരെ വിളിക്കാനുള്ള അല്ലെങ്കിൽ പോളി ഗാർഡനെ ബന്ധപ്പെടാനുള്ള ഞാൻ നമ്പർ കൊടുക്കാം. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. മരുന്ന് അതുപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സഹായം വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് സഹായിക്കുക. അപ്പോൾ വീണ്ടും കാണാം. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നമ്മുടെ കുഞ്ഞു മനസ്സിൽ പാട്ട് പാടാൻ വേണ്ടി പോണം. പാടിക്കാം. ലോകം മുഴുവൻ പാടണ കാമേ മെഴുതിരിച്ചോ പാദന കരുവിൽ ഒരുവി കാട്ടിന് വഴികൾ പരതിച്ചോ ലോകം മുഴുവൻ പാടണ അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാവരും കൈ എടുത്ത് പ്രോത്സാഹിപ്പിച്ചേ.